ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ പ്രോപ്പർട്ടി കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഐഡിയയും ഇത് തന്നെയാണ്, പക്ഷേ പ്രോബബിലിറ്റിയുടെ ടേമിലാണ് കൺസിസ്റ്റൻസി ഡിഫൈൻ ചെയ്യുന്നത്. ഐഡിയ ഇത്രയേ ഉള്ളൂ, സാമ്പിളിൽ നിന്ന് എടുക്കുന്ന ഫംഗ്ഷൻ എന്താണ്, പോപ്പുലേഷൻ ഫംഗ്ഷൻ ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെയും പിന്നെ നമ്മൾ അത് തന്നെയാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്, പക്ഷേ പ്രോബബിലിറ്റിയുടെ ടേമിൽ. അതായത് ടി എന്ന് പറയുന്നത് സാമ്പിളിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ പോപ്പുലേഷന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ടി എന്ന് പറയുന്നത് സാമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഫംഗ്ഷൻ ആകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 10:1 എഴുതിയത്. ഇനി ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ കാരണം ഇവ തമ്മിലുള്ള ഡിഫറൻസ്, സാധാരണ നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ ആണ് പറയാറ് അല്ലെ, 0.005 അല്ലെങ്കിൽ 0.001. അതിനേക്കാളും ചെറുതാണ് ടി എൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് എന്താ, ടി എൻ എവിടത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു പറയാം, തീറ്റയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു പറയാം. അതായത് ടി എൻ തീറ്റയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈക്വൽ ടു 10:1 ചെയ്തത്. എപ്പോഴും ആസ് n → ഇൻഫിനിറ്റി സാമ്പിൾ സൈസ് കൂടി വരുമ്പോൾ സാമ്പിളിന്റെ ഫംഗ്ഷൻ എന്താവുന്നു, പോപ്പുലേഷന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺബയസ്ഡ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്, പക്ഷേ ഈ ഒരു കണ്ടീഷൻ വരുന്നതേ ഉള്ളൂ. x1 x2 x എന്ന് പറയുന്ന റാൻഡം സാമ്പിൾ ആണ്, സൈസ് n, പിന്നെ അതിന്റെ പാരാമീറ്റർ അൺനോൺ പാരാമീറ്റർ തീറ്റയാണ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ഇവിടെ, t n = t of x1 x2 x. അതെന്താവാം, സാമ്പിൾ മീൻ തന്നെ ആവേ. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, സാമ്പിൾ മീൻ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും പറയാറ്, സാമ്പിൾ മീന് പോപ്പുലേഷൻ മീൻ തന്നെയാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഈ സെറ്റ് ടു ബി കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്തു. എപ്പോഴും ഈ ടി എൻ എന്തായിരിക്കണം, എവിടെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതിന് ഈക്വൽ ആണ്, പോപ്പുലേഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ തീറ്റ ആയിട്ട് മാറണം. അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി എന്നെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ എഫ് ഓഫ് തീറ്റയാണ് ഇതിന് പകരം എടുക്കുന്നെങ്കിൽ, തീറ്റക്ക് പകരം എഫ് ഓഫ് തീറ്റ എടുക്കുന്നെങ്കിൽ അത് വരും പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി എൻ മൈനസ് എഫ് ഓഫ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ 10:1 ആസ് n → ഇൻഫിനിറ്റി. അതായത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ടി എൻ എന്ന് പറയുന്നത് തീറ്റയിലേക്ക് അപ്രോച്ച് ചെയ്തു ഇൻ പ്രോബബിലിറ്റി എന്നും പറയാം. ഓക്കെ, അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സാമ്പിൾ കിട്ടുന്ന ഫംഗ്ഷനും പിന്നെ പോപ്പുലേഷൻ പാരാമീറ്ററിന് വളരെ അടുത്താണ്, അല്ലെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ വരും സാമ്പിൾ സൈസ് കൂടുന്നതിന്. സാമ്പിൾ സൈസ് കൂടുമ്പോൾ എസ്റ്റിമേറ്ററും അതുപോലെ തന്നെ പാരാമീറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെന്ന് അർത്ഥം. ഓക്കെ, പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റയർ പോപ്പുലേഷൻ ആണ്, എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് നമുക്ക് സാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ടി എൻ എവിടെ അപ്രോച്ച് ചെയ്യുന്നു, തീറ്റയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ഇൻ പ്രോബബിലിറ്റി എന്ന് പറയാം. ഇനി അതിനർത്ഥം കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ നിന്ന് വളരെ ക്ലോസ് ആണ് പോപ്പുലേഷൻ പാരാമീറ്റർ ആയിട്ട് പറയാം, എപ്പോഴും ആസ് n → ഇൻഫിനിറ്റി വരുമ്പോൾ സാമ്പിൾ സൈസ് കൂടുമ്പോൾ. ഇനി ഞാൻ പറഞ്ഞു അൺബയസ്ഡ് പ്രൂവ് ചെയ്തത് സാമ്പിൾ മീൻ വെച്ചിട്ടാണ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ തന്നെയാണെന്ന് നമ്മൾ തെളിയിച്ചായിരുന്നു അല്ലെ പ്രോബ്ലത്തിൽ. ഇവിടെയും കൺസിസ്റ്റൻസിയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഈ പറഞ്ഞതുപോലെ സാമ്പിൾ മീൻ വെച്ചിട്ട് സാമ്പിൾ മീൻ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ്സ് ആണ് ഏതിൻ്റെത്, പോപ്പുലേഷൻ മീൻ്റെതാണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ചെബിഷീസ് ഇനീക്വാലിറ്റി ആണ്. അപ്പൊ ചെബിഷീസ് ഇനീക്വാലിറ്റി പ്രകാരം നമുക്ക് അറിയാവുന്ന എന്താണ്, എക്സ് ബാർ ആണ് ഇവിടെ ചോദിച്ചത് അല്ലെ, സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ എന്നാണ് തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് തെളിയിച്ചാൽ മതി, ഈ ഒരു കണ്ടീഷൻ തെളിയിച്ചാൽ മതി, അതായത് 10:1 തെളിയിച്ചാൽ മതി, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തെളിയിച്ചാൽ മതി. നമുക്കറിയാം ഇതുമായിട്ട് കമ്പാരബിൾ ആയിട്ടുള്ള ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ചെബിഷീസ് ഇനീക്വാലിറ്റി ആണ്. അപ്പം ചെബിഷീസ് ഇനീക്വാലിറ്റി വഴിയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് വരും പി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ബാർ. ഇവിടെ തെളിയിക്കേണ്ട സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ സാമ്പിൾ മീൻ ഇവിടെ എക്സ് ബാർ ആണ്, നമ്മൾ എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ എക്സ് ബാർ ആണ്. അപ്പം പി ഓഫ് എക്സ് ബാർ മോഡുലസ് ഓഫ് എക്സ് ബാർ മൈനസ് അവിടെ ആ എക്സ് ബാറിന് എക്സ്പെക്ടേഷനിലെ കണ്ടുപിടിച്ച് ഓർക്കുന്നില്ലേ, ചെബിഷീസിന് രണ്ടാമത്തെ ഇനീക്വാലിറ്റി ആണ് ഉപയോഗിക്കുന്നത്. പി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ബാർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ബാർ ലെസ് ദാൻ ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദിസ് എക്സ് ബാർ ഗ്രേറ്റർ ദാൻ 1 - 1/d². ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാറിനെ നമ്മൾ എപ്സിലോൺ എന്ന് വിളിക്കും. കാരണം നമുക്ക് കിട്ടേണ്ടത് എപ്സിലോൺ ഫോമിലാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യണേ. അപ്പൊ എപ്സിലോൺ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാറിനെ എപ്സിലോൺ ആക്കും. അപ്പൊ ടി എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാർ ഇപ്പുറം പോയി കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാർ. ഇനിയൊന്നുമില്ല, ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ചെബിഷീസ് ഇനീക്വാലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് പി ഓഫ് മോഡുലസ് ഓഫ് എക്സ് ബാർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ബാർ ലെസ് ദാൻ എപ്സിലോൺ അല്ലെ, ഇതിന് വരെ എപ്സിലോൺ ആയില്ലേ, ഗ്രേറ്റർ ദാൻ 1 - 1/d² വരും. നമുക്കറിയാം ടി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ആ ടിയുടെ വാല്യൂ ഇതാണ്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിനെ സ്ക്വയർ ചെയ്യുക അല്ലെ, ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് സ്ക്വയർ ചെയ്യുക, സോറി ഇതിനെ സ്ക്വയർ ചെയ്യുക എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കുക.
അതാണ് 1/t². അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എപ്സിലോൺ സ്ക്വയർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാർ ഹോൾ സ്ക്വയർ വരും. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാർ സ്ക്വയർ എന്താണ്? വാരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. പിന്നെ എപ്സിലോൺ സ്ക്വയറും. ഇനി അതിന്റെ റെസിപ്രോക്കൽ എന്താണ്? വാരിയൻസ് ഓഫ് എക്സ് ബാർ ഡിവൈഡ് ബൈ എപ്സിലോൺ സ്ക്വയർ. ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് ബാറും കണ്ടുപിടിക്കണം, വാരിയൻസ് ഓഫ് എക്സ് ബാറും കണ്ടുപിടിക്കണം. നമുക്ക് അവസാനം ഇവിടെ എത്തേണ്ടത് 10:1 എത്തിച്ചാൽ മതി. നോക്കാം നമുക്ക് അങ്ങനെ എത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന എക്സ് ബാർ എന്താണ്? പോപ്പുലേഷൻ മീനിന് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. നമുക്കറിയാം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ x1 + x2 + xn ഡിവൈഡ് ബൈ n ആണ്. അപ്പം സ്വാഭാവികമായിട്ടും എക്സ്പെക്ടേഷൻ എക്സ് ബാർ എന്താണ്? μ+μ+μ+ എക്സെട്ര n ടൈംസ് μ ഡിവൈഡ് ബൈ n വരും അല്ലേ? അതായത് n μ ഡിവൈഡ് ബൈ n വരും. അതിന്റെ ആൻസർ μ എന്ന് കിട്ടും എക്സ്പെക്ടേഷൻ എക്സ് ബാർ. ഇതേപോലെ വാരിയൻസ് ഓഫ് എക്സ് ബാർ കാണുമ്പോൾ വാരിയൻസ് ഓഫ് x1 + x2 + എക്സെട്ര xn ഡിവൈഡ് ബൈ n വരും. ആ n പുറത്തെടുത്ത് കഴിഞ്ഞാൽ n² പിന്നെ വാരിയൻസ് ഓഫ് x1 + വാരിയൻസ് ഓഫ് x2 + എക്സെട്ര വാരിയൻസ് ഓഫ് xn വരും. അത് which is equal to sigma square plus sigma square plus etc n times sigma square divided by n² വരും. അവിടെ n sigma square by n വരും അല്ലേ? അല്ല സോറി, n sigma square by n² വരും. അതിന്റെ അർത്ഥം sigma square by n അല്ലേ? ക്യാൻസൽ ആയി കഴിഞ്ഞാൽ sigma square by n കിട്ടും. അപ്പോൾ വാരിയൻസ് ഓഫ് എക്സ് ബാർ കിട്ടി. ഇനി ഈ വാരിയൻസ് ഓഫ് എക്സ് ബാറും എക്സ്പെക്ടേഷൻ എക്സ് ബാറും ഇവിടെ രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. p of modulus of x bar minus mu less than epsilon greater than 1 minus സിഗ്മ സ്ക്വയർ ബൈ n എപ്സിലോൺ സ്ക്വയർ എന്ന് വരും അല്ലെ? ഈ വാല്യൂസ് അവിടെ കൊടുത്താൽ മതി. ഇവിടെ നോക്കിക്കേ, n ടെൻഡൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ കൺസിസ്റ്റൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. n വെച്ചിട്ടാണ് അല്ലെ? n ടെൻഡൻസ് ഇൻഫിനിറ്റി. സാമ്പിൾ സൈസ് കൂടുമ്പോൾ നമ്മുടെ സാമ്പിൾ മീൻ എന്താവുന്നു? പോപ്പുലേഷൻ മീൻ ആവുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇവിടെ n ടെൻഡൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ഭാഗം എന്താവും? സിഗ്മ സ്ക്വയർ ബൈ ഇൻഫിനിറ്റി എന്നാവും. അതായത് 0ലേക്ക് അപ്രോച്ച് ചെയ്യും. 1 - 0 എന്ന് 1 കിട്ടും. നോക്കിക്കേ നിങ്ങൾ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്തായി? 1ലേക്ക് അപ്രോച്ച് ചെയ്യില്ലേ? അതിന്റെ അടുത്ത് എന്താ? ഇത് പ്രകാരം tn എന്താവുന്നു? തീറ്റ ആവുന്നു. അതുപോലെ ഇവിടെ എന്തായി? tn വരുന്നുള്ളത് എക്സ് ബാറും തീറ്റയ്ക്ക് വരെ മ്യൂ ആണ്. അപ്പൊ എന്ത് പറയാം? എക്സ് ബാർ എവിടത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു പറയാം? മ്യൂലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ഇൻ പ്രോബബിലിറ്റി എന്ന് പറയാം. അതിനർത്ഥം എക്സ് ബാർ എന്താണ്? കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ എന്ന് പറയാം, മ്യൂ. ഓക്കെ, ചെബിഷെവ് ഇനീക്വാലിറ്റി വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇതില്. ഇനി അടുത്തത് 6.9 പ്രോബ്ലം 6.9 for the random sample x1 x2 etc xn taken from a Poisson population with the parameter lambda, show that nx bar divided by n plus 1 is a constant estimate of lambda എന്ന് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് x1 x2 x3 xn എന്ന് പറയുന്നത് പോയിസൺ പോപ്പുലേഷൻ എടുത്താണെന്ന് അറിയാം. ലാംഡ പാരാമീറ്റർ ആണ് അല്ലെ? അങ്ങനെയാണ് എക്സ്പെക്ടേഷൻ എക്സ് ചെയ്യുന്ന ലാംഡയാണ്, വാരിയൻസ് എക്സ് ചെയ്യുന്ന അതും ലാംഡയാണ് നമുക്ക് അറിയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ അറിയോ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k = nx bar n by n plus 1 ആണ് എന്ത് ചെയ്യേണ്ടത്? കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ഓഫ് ലാംഡ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചെബിഷെവ് ഇനീക്വാലിറ്റി രണ്ടാമത്തെ ഭാഗം എടുക്കുന്നു. ഇവിടെ k ആയതുകൊണ്ട് p ഓഫ് മോഡുലസ് ഓഫ് k മൈനസ് k യുടെ എക്സ്പെക്ടേഷൻ ലെസ് ദാൻ t ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് k ഗ്രേറ്റർ ദാൻ 1 - 1/t² വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റിന്റെ ആ പ്രോബബിലിറ്റിന്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് ഇതിന് പകരം ഈ ഒരു ടേമിന് പകരം നമുക്ക് അവിടെ എപ്സിലോൺ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ t ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് k നെ നമ്മൾ എപ്സിലോൺ എന്ന് വിളിക്കുന്നു. അതെന്താണ്? ഇങ്ങനെ എഴുതി. അതിനുശേഷം t എന്താണ്? എപ്സിലോൺ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് k. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് നൗ p ഓഫ് k മോഡുലസ് ഓഫ് k മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് k ലെസ് ദാൻ എപ്സിലോൺ വരും, ഗ്രേറ്റർ ദാൻ 1 മൈനസ് വാരിയൻസ് ഓഫ് k ഡിവൈഡ് ബൈ എപ്സിലോൺ സ്ക്വയർ വരും. ഓക്കെ, ഇനിയൊന്നുമില്ല, നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് k കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ വാരിയൻസ് ഓഫ് k കണ്ടുപിടിക്കുക. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് k എന്ന് പറയുമ്പോൾ എക്സ് ബാർ ആണ് x1 x2 x3 xn ഡിവൈഡ് ബൈ n വരുന്നത്. എക്സ്പെക്ടേഷൻ എക്സ് ബാർ എന്ന് പറയുന്നത് വരും ലാംഡയും വാരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് ലാംഡ ബൈ n ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ടേഷൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് x1 + x2 + etc xn ഡിവൈഡ് ബൈ n വരും. അവിടെ n പുറത്തെടുക്കുന്നു. 1/n ഇൻടു എക്സ്പെക്ടേഷൻ x1 + എക്സ്പെക്ടേഷൻ x2 + etc എക്സ്പെക്ടേഷൻ xn വരും. അതായത് ലാംഡ പ്ലസ് n ടൈംസ് ലാംഡ ഡിവൈഡ് ബൈ n വരും. അതായത് n ലാംഡ ഡിവൈഡ് ബൈ n ലാംഡ തന്നെ കിട്ടും. അങ്ങനെയാണ് എക്സ്പെക്ടേഷൻ എക്സ് ബാർ = ലാംഡ കിട്ടുന്നത്. ഇനി വാരിയൻസ് ഓഫ് എക്സ് ബാർ എങ്ങനെ കിട്ടുന്നത്? ലാംഡ ബൈ n. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാരിയൻസ് ഓഫ് x1 + x2 + etc xn ഡിവൈഡ് ബൈ n, അതിനകത്ത് n സ്ക്വയർ കൊടുത്തെടുക്കാം. അപ്പോൾ 1/n² ഇൻടു വാരിയൻസ് ഓഫ് x1 + വാരിയൻസ് ഓഫ് x2 + etc വാരിയൻസ് ഓഫ് xn, അതായത് n ടൈംസ് ലാംഡ വരും അല്ലെ? അപ്പൊ n ടൈംസ് എല്ലാം ലാംഡ തന്നെ ആയിരിക്കും. അപ്പൊ n ടൈംസ് ലാംഡ പറയുന്നത് കൊണ്ട് തന്നെ n ഇൻടു ലാംഡ ഡിവൈഡ് ബൈ n² എന്ന് വരും. അങ്ങനെ ലാംഡ ബൈ n കിട്ടുന്നത്. ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ ആ ഒരു ഇനീക്വാലിറ്റിയിലേക്ക് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് k കണ്ടുപിടിക്കാനുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് k എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് nx bar ഡിവൈഡ് ബൈ n + 1 ആണ്. ഓക്കെ, which is equal to n ഇൻടു എന്തെഴുതാം? n പുറത്തെടുക്കാം, n + 1 പുറത്തെടുക്കാം. n ഇൻടു n + 1 എക്സ്പെക്ടേഷൻ എക്സ് ബാർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? ലാംഡ. അപ്പൊ n ഇൻടു ലാംഡ ഡിവൈഡ് ബൈ n + 1. ഇവിടെ n നും n + 1 പുറത്തെടുത്തു.
ഇനി അടുത്തത് വാരിയൻസ് ഓഫ് കെ. വാരിയൻസ് ഓഫ് കെ എന്താണ്? വാരിയൻസ് ഓഫ് nx ബാർ ഡിവൈഡ് ബൈ n പ്ലസ് 1 അല്ലേ? ഇവിടെ n ബൈ n പ്ലസ് 1 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. അറിയാലോ വാരിയൻസ് ഓഫ് x പറഞ്ഞാൽ a സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് x ആണ്. അപ്പൊ n ബൈ n പ്ലസ് 1 നമ്മൾ പുറത്തെടുത്തു. n ബൈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് x ബാർ. വാരിയൻസ് ഓഫ് x ബാർ നമ്മൾ കണ്ടുപിടിച്ചു, അത് ലാംഡ ബൈ n ആണ്, അതും കിട്ടി. ഇനി ഒന്നുമില്ല, ഈ രണ്ട് ഇക്വേഷനും എവിടെ കൊടുക്കുക? ഈ ഒരു ഇക്വേഷനെ കൊടുക്കുക, ചെബിഷ്യസിന്റെ ഇക്വേഷനെ നമ്മൾ കൊടുക്കുക. അപ്പൊ എന്ത് വരും എന്ന് പറഞ്ഞേ? n ഇൻഫിനിറ്റി ആകുമ്പോൾ അല്ല ഇക്വേഷനെ കൊടുക്കുക, അല്ല ഇക്വേഷൻ കൊടുക്കുന്നതിന് മുന്നേ കൺസിസ്റ്റൻസി തെളിയിക്കാനായിട്ട് ഇവിടെ നമ്മൾ ചെബിഷ്യസ് ഇനീക്വാലിറ്റിയിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ കൺസിസ്റ്റൻസി ഇങ്ങനെയും പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് സം ഫംഗ്ഷൻ തീറ്റയിലേക്ക് ടെൻഡ് ചെയ്യുന്നു, വാരിയൻസ് ഓഫ് ദ സെയിം ഫംഗ്ഷൻ വണ്ണിലേക്ക് ടെൻഡ് ചെയ്യുന്നതും കൂടി പ്രൂവ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും? കൺസിസ്റ്റൻസി പ്രൂവ് ചെയ്യാം. അത് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നീട്, അതായത് ഞാൻ പറഞ്ഞുതരാം. അതാണ്ടോ സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് എന്നുണ്ട്, പിന്നെ പഠിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ടി എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. ടി എൻ എപ്പോഴാണ് കൺസിസ്റ്റൻസ് പറയണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റയും വാരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. വാരിയൻസ് ഓഫ് ടി എൻ 1 അല്ല, സോറി, വാരിയൻസ് ഓഫ് ടി എൻ 0. എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ വാരിയൻസ് ഓഫ് ടി എൻ 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു പറഞ്ഞാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടി എന്നിനെ അപ്പോ ഇവിടെ സഫീഷ്യന്റ് കണ്ടീഷൻസ് വഴിയും നമ്മൾ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം പ്രൂവ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ഇത് പിന്നെ പറയുന്നതാണ്, എന്നാലും ഓർത്ത് നോക്കുക. കൺസിസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ തീറ്റ ആണെന്നും എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റ ആണെന്നും വാരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അതേപോലെയാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ചെബിഷ്യസ് ഇനീക്വാലിറ്റി വേണമെന്നൊന്നുമില്ല. അപ്പോ എത്രാമത്തെ പ്രോബ്ലം ആയിരുന്നു? അതാ ഇവിടെ തന്നെ. അവിടെ വാരിയൻസ് ഓഫ് കെ നമ്മൾ കണ്ടുപിടിച്ചു, എക്സ്പെക്ടേഷൻ ഓഫ് കെ കണ്ടുപിടിച്ചു. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് കെ നമുക്ക് എടുക്കുക. അവിടെ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് കെക്ക് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. as n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ്പെക്ടേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് കെ നമ്മൾ അവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. nx ബാർ ബൈ n പ്ലസ് 1 ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് nx ബാർ ഡിവൈഡ് ബൈ n പ്ലസ് 1. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ നമ്മൾ കണ്ടുപിടിച്ചു, എന്താണ്? ലാംഡ. n ബൈ n പ്ലസ് 1 പുറത്തെടുക്കാം. അങ്ങനെയാണ് n ഇൻറ്റു ലാംഡ ബൈ n പ്ലസ് 1 എന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു n ബൈ n പ്ലസ് 1 ഒരു n നമുക്ക് പുറത്തെടുത്തൂടെ? അപ്പൊ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ എന്ന് വരും. അതിൽ n n ക്യാൻസൽ ആയി. അപ്പൊ എന്ത് വന്നു? 1 ബൈ 1 പ്ലസ് n ഇൻറ്റു സോറി ലാംഡ ബൈ 1 പ്ലസ് 1 ബൈ എന്ന് വരും. n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ഭാഗം എന്താവും? 0. അപ്പൊ എന്ത് കിട്ടി? ലാംഡ ബൈ 1 കിട്ടും. ലാംഡ ബൈ 1 എന്ന് പറഞ്ഞാല് എന്ത് വരുന്നു? ലാംഡ തന്നെ കിട്ടും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് കെ എന്ത് കിട്ടി? ലാംഡ കിട്ടിയില്ലേ? അല്ലെ? അതിനല്ലേ നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ടി ന് തീറ്റയിലേക്ക് മാറി, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇവിടെ എന്തായാലും നമ്മൾ കെ ആണ്, കെ ഇവിടെ ഇവിടത്തേക്ക് മാറി നമ്മൾ കണ്ടു, ലാംഡയിലേക്ക് വന്നു. അപ്പൊ ആദ്യ ഭാഗം ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വാരിയൻസ് ഓഫ് കെ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വാരിയൻസ് ഓഫ് ടി നെ 0ലേക്ക് ടെൻഡ് ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെ വാരിയൻസ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 0ലേക്ക് ടെൻഡ് ചെയ്ത് നോക്കിയാൽ പോരെ? ഓക്കെ, അങ്ങനെ തെളിയിച്ചാലും മതി. ചെബിഷ്യസ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. എന്തായിരുന്നത്? ഇതാ. അപ്പൊ നോക്കി, വേരിയൻസ് ഓഫ് കെ നമ്മൾ 0ലേക്ക് ടെൻഡ് ചെയ്ത് തെളിയിച്ചാൽ പോരെ? ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം കെ എന്ന് പറയുന്നത് കൺസ്റ്റന്റ് എസ്റ്റിമേറ്റ് ഓഫ് ലാംഡ എന്ന് പറയാം. അപ്പം വാരിയൻസ് ഓഫ് സെക്കൻഡ് sorry. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടത് വാരിയൻസ് ഓഫ് കെയും ഈ രീതിയിൽ നമുക്ക് ഇവിടെ വാരിയൻസ് ഓഫ് nx ബാർ ഡിവൈഡ് ബൈ n പ്ലസ് 1 n ബൈ n പ്ലസ് 1 നമ്മൾ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ n ബൈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വാരിയൻസ് ഓഫ് x ബാർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ലാംഡ ബൈ n ആണെന്ന്. ഇവിടെയും n സ്ക്വയർ കൊടുത്തെടുത്തു. ഈ n പ്ലസ് 1 ഒരു n പുറത്തെടുത്തു ഇവിടെ. ഓക്കെ, അപ്പൊ എന്താവും? n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ആവും. ഇനി ആ പുറത്തെടുത്ത എന്നും ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ആ എന്നും n സ്ക്വയർ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇപ്പൊ എന്താ ഉള്ളിൽ ഉണ്ടാവുക? ഒരു 1 ഉണ്ടാവും, ഒരു 1 ബൈ n ഉണ്ടാവും ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ ഈ n സ്ക്വയർ ക്യാൻസൽ ആവും. പിന്നെ ലാംഡ ബൈ n ഉണ്ടാവും. ഇവിടെ നോക്കി നിങ്ങൾ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ
ഇവിടെ n സ്ക്വയർ ക്യാൻസൽ ആയി, ഇവിടെ ഒരു n ഉണ്ട് അല്ലെ, n ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ n സ്ക്വയറും പോയി, പിന്നെ ഇത് ഇൻഫിനിറ്റി ആണ്, ഇതും ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇത് ഇൻഫിനിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സം വാല്യൂ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ സീറോയുടെ കണ്ടന്റ് ചെയ്യുമല്ലോ. അതാണ് ഇവിടെ സീറോയുടെ കണ്ടന്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ ഉണ്ടല്ലോ, ഏത് ഇങ്ങനെയും കൺസിസ്റ്റൻസി തെളിയിക്കാം. എന്ത് തെളിയിച്ചാൽ മതി? എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് 0 ആണെന്നും വാരിയൻസ് ഓഫ് ടി എന്ന് 0 ആണെന്നും പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് വാരിയൻസ് ഓഫ് 0 ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ രണ്ടും പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന രീതിയിൽ, അതായത് k എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. താങ്ക് യു.